Hello, welcome back to my channel again. So, നമ്മുടെ ഐ മേക്കപ്പ് പ്രോഡക്ട്സ് കളക്ഷന്റെ പാർട്ട് 2 ആണ് ഇന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ട് എല്ലാവരും കണ്ടു, എല്ലാവർക്കും യൂസ്ഫുൾ ആയി, ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. സോ ഹിയർ ഇസ് ദ പാർട്ട് 2. നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ കാജൽസ്, ഐലൈനേഴ്സ് അതിനെ കുറിച്ച് പറഞ്ഞു. ആൻഡ് നൗ മൂവിങ് ബാക്ക് ടു അനദർ മെയിൻ പാർട്ട് ഓഫ് അവർ ഐസ്, ദാറ്റ് ഇസ് മസ്കാര. സോ മസ്കാരയും ഞാൻ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് സൂഡിയോടേതായിരുന്നു. ബ്ലാക്ക് മസ്കാര ആയിരുന്നു. ഇപ്പം എനിക്കൊന്ന് ബ്രൗൺ ആൻഡ് അതുപോലത്തെ പലതും കാണാറുണ്ട്. പക്ഷെ ബ്രൗൺ ഇതുവരെ ട്രൈ ചെയ്തില്ല, പിന്നീട് എപ്പോഴും ട്രൈ നോക്കാം, അവർ ട്രൈ ചെയ്യണം എന്ന് എനിക്കുണ്ട് കേട്ടോ. സോ ഇപ്പൊ എന്റെ ഇരിക്കുന്നത് ഇസ് അഗെയിൻ ന്യൂ ബൈ ആണ്. മറ്റേത് എനിക്ക് സൂഡിയുടെ 2 years ആയി. സോ അത് ഞാൻ ഡിസ്പോസ് ചെയ്തു. നൗ ദിസ് ഇസ് ഇൻസൈഡ് കോസ്മെറ്റിക്സ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ തന്നെയാണ്. നേരത്തെ ഞാൻ ഐലൈനർ കാണിച്ചില്ല, അതേ ബ്രാൻഡിന്റെ തന്നെ മസ്കാരയാണ്. ട്രാൻസ്പെറന്റ് മസ്കാരയാണ്, കണ്ടോ, കളറേ ഇല്ല. സോ യാ, ട്രാൻസ്പെറന്റ് മസ്കാരയാണ്. ഇത് ഞാൻ ഇപ്പം റീസെന്റ് ബൈ ആണ്. ഞാൻ ഷൂട്ടിന് യൂസ് ചെയ്തു ആൻഡ് ദിസ് ഇസ് ഗുഡ്. ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എനിക്ക് ഫീൽ ചെയ്തെന്ന് വെച്ചാൽ ട്രാൻസ്പെറന്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇട്ടിരിക്കുന്നു എന്നുള്ളത് ആർക്കും എവിഡന്റ് അല്ല. മറ്റൊരു ബ്ലാക്ക് മസ്കാര ആകുമ്പോൾ കുറച്ചുകൂടി ലാഷസ് ഒന്ന് എവിഡന്റ് ആണ്. ഇതൊരു നാച്ചുറൽ ഫിനിഷ് നമുക്ക് തരും. എന്നാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇട്ടത് അനുസരിച്ച് ഇതിന്റെ ഇപ്പൊ ഞാൻ ഇട്ടിട്ടില്ല, ഞാൻ കാണിച്ച് പറഞ്ഞു തന്നതാണ് കേട്ടോ. ഞാൻ ഒരു സാധനവും ഇട്ട് നിങ്ങൾക്ക് കാണിക്കുന്നത്, അത് കഴിഞ്ഞ വീട്ടിലാണെങ്കിലും ഈ വീട്ടിലാണെങ്കിലും ഈ വരുന്ന വീട്ടിലാണെങ്കിലും, ബിക്കോസ് നമുക്ക് അപ്കമിങ് മേക്കപ്പ് ബ്ലോഗ്സിലോ അല്ലെങ്കിൽ ഗെറ്റ് റെഡി വീട്ടിലോ അല്ലെങ്കിൽ നമുക്ക് അത് വെയർ ചെയ്ത് ചെയ്യണം. അതുകൊണ്ട് ഇതിൽ സെപ്പറേറ്റ് ചെയ്യാറ്, കാരണം സംസാരിച്ചും ചെയ്തും കൂടി ആകുമ്പോൾ വീഡിയോ ഭയങ്കര ലെങ്ത് ഏരിയയിൽ പോകും, നിങ്ങൾക്ക് എന്തെങ്കിലും ബോർ എടുത്തിട്ട് വരും. സോ അതുകൊണ്ടാണ്. സോ യാ, അപ്പൊ ഇതും is good. ഇതും ഇതിന് ഇൻസൈറ്റിന്റെ ഐലൈനർ ആൻഡ് ദിസ് എല്ലാം ഇസ് അണ്ടർ 200. എനിക്ക് തോന്നുന്നു അണ്ടർ 100 ആൻഡ് സംതിങ്, അണ്ടർ 200 ആ റേഞ്ചിനൊക്കെയാണ് കേട്ടോ ഇതെല്ലാം. അങ്ങനെ ഞാൻ മേടിച്ചതാണ്. ഐ തിങ്ക് ആമസോണിൽ നിന്നാണ് ഞാൻ ഇതും ഐലൈനറും മേടിക്കുന്നത്. പിന്നെ എന്റെ കയ്യിലുള്ള കാജൽ, ഐലൈനർ, മസ്കാര അങ്ങനത്തെ പ്രോഡക്ട്സ് കഴിഞ്ഞു. ഇനിയുള്ളത് ഒന്നേ ഒന്നാണ് ഐ പ്രോഡക്റ്റ്, ദാറ്റ് ഇസ് ഐ ഷാഡോ. ഐ ഷാഡോ ആക്ച്വലി എന്റെ കയ്യിൽ ആദ്യം ഒരു കുഞ്ഞ് കുറച്ച് ഷെയ്ഡ്സ് ഉള്ള ഒരു ഇതാണ് ഇരിക്കുന്നത്. ആക്ച്വലി പണ്ട് തൊട്ടേ ഇല്ല കേട്ടോ. ഐ ഷാഡോ ഞാൻ മേടിച്ചിട്ടും ഒരു 8 months ആ റേഞ്ചൊക്കെ വരത്തുള്ളൂ. ഞാൻ FKGയിൽ കംബാക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ സാധാരണ ഞാൻ ലിപ്സ്റ്റിക് വെച്ചിട്ട് തന്നെയാണ് ഐലും ബ്ലഷും ആയിട്ടൊക്കെ ടച്ച് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ഓയിലി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരെണ്ണം ഐ ഷാഡോ മേടിച്ചാലും ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഐ ഷാഡോ പാലറ്റ് മേടിക്കാം എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ഒരെണ്ണം മേടിച്ചത്. അപ്പൊ ഞാൻ മീഷോയിൽ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു 100 and something, അണ്ടർ 200 റേഞ്ചിന് കിട്ടിയ വെള്ളം അതിനകത്ത് മേടിച്ചു. അപ്പൊ അതില് ഷെയ്ഡ്സ് നോക്കി തന്നെയാണ് മേടിച്ചത്. കാരണം എനിക്ക് ഈ പച്ച, നീല, റെഡ് ഇങ്ങനത്തെ ഷെയ്ഡ്സ് ഒന്നും എനിക്ക് ഇഷ്ടമല്ല. നമുക്ക് നാച്ചുറലി ഷൂട്ടിനാണെങ്കിലും അല്ലെങ്കിൽ ഫംഗ്ഷന് പോകുമ്പോഴാണെങ്കിലും നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് ഷെയ്ഡ്സ് ആയിരിക്കണം അതിലുള്ളത് വേണ്ടത് എന്നുള്ളത് എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു. സോ ആൻഡ് അതിൽ ചെറിയ ഗ്ലിറ്റർ ഷെയ്ഡ്സ് ഉണ്ടെങ്കിൽ അതും നമുക്ക് നാച്ചുറലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഷെയ്ഡ് ആണെങ്കിൽ ദാറ്റ് ഇസ് ഓൾസോ ഫൈൻ. അപ്പൊ അങ്ങനെ ഞാൻ നോക്കിയിട്ട് ബ്രൗണിന്റെ ഒരു 2-3 ഷെയ്ഡ്, ഗ്ലിറ്റർ ബ്രൗൺസിന്റെ ഗോൾഡിന്റെ ഒരു 2-3 ഷെയ്ഡ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇങ്ങനത്തെ കുറച്ച് ഷെയ്ഡ്സ് ഉള്ള ഒരെണ്ണമായിരുന്നു മേടിച്ചിരുന്നത്. അത് ഞാൻ ഈ പറഞ്ഞ പോലെ 7-8 months ആവത്തുള്ളൂ. ബട്ട് ഒരു ഷൂട്ടിന് എന്റെ കയ്യിൽ നിന്ന് തറയിൽ വീണു, പൊട്ടിപ്പോയി, കംപ്ലീറ്റ് പൊട്ടിപ്പോയി. ഭയങ്കര സങ്കടമായിരുന്നു എനിക്ക്. അപ്പൊ പിന്നെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. കുറച്ച് നാൾ ഞാൻ പൊട്ടിയതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്ത് കൊണ്ടുപോയി. പിന്നെ തീരെ നിവർത്തിയില്ലെന്ന് കണ്ടപ്പോഴത്തേക്കും അത് ഡിസ്പോസ് ചെയ്യേണ്ടി വന്നു. മാക്സിമം ഞാൻ അതിന് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. സോ പിന്നീട് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് പിങ്ക് ഷെയ്ഡ് ഇല്ല, അത് ബ്രൗൺ ഷെയ്ഡും ഇതേ ഉള്ളൂ. അപ്പൊ എനിക്ക് പിങ്ക് ഷെയ്ഡ് മേടിക്കണമെന്നുണ്ട്. ഞാൻ അതിന് വേണ്ടി മാത്രം പൈസ കളയണം എന്നുള്ളതുമില്ല. ഈ പറഞ്ഞ ഒരു അണ്ടർ 200 നമുക്കൊരു മൊത്തം പാലറ്റ് കിട്ടി, അതാണല്ലോ ലാഭം എന്നൊക്കെ ആലോചിച്ചിട്ട് അങ്ങനെയൊക്കെ കുറെ നാൾ ഇരിക്കുന്നു. അപ്പൊ എന്തായാലും ഇത് പൊട്ടി വരണം, പുതിയത് വാങ്ങിക്കണം, അങ്ങനെ ഞാൻ ആലോചിച്ചിരുന്നപ്പോഴാണ് മീഷോയില് ഈ ഒരു 2 സാധനം എന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ഗൈസ്. സോ ഇത് 2 കാണുമ്പോൾ ഭയങ്കര കുട്ടിയാണ്. ഈ 2 ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. സോ ഇത് രണ്ടിലും 2 ഷെയ്ഡ്സ് ആണ് വരുന്നത്. അതുകൊണ്ടാണ് 2 മേടിച്ചത്. അല്ലെങ്കിൽ എനിക്ക് ഒരു പാലറ്റേ ഉണ്ടായിരിക്കത്തുള്ളൂ. കാരണം ഒന്നിൽ തന്നെ എനിക്ക് വേണ്ട 2-3 ഷെയ്ഡ് കിട്ടി കഴിഞ്ഞാൽ അത് മാത്രമേ ഞാൻ മേടിക്കത്തുള്ളൂ. അല്ലാതെ ഓവറായിട്ട് പർച്ചേസ് ചെയ്ത ഒരാളെ അല്ല ഞാൻ. പണ്ടേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഐ എം വെരി മിനിമലിസ്റ്റിക്. എനിക്ക് അല്ലാതെ ഒരുപാട് കൂട്ടി ഇങ്ങനെ ചെയ്യുന്നത് ഇഷ്ടമേ അല്ലാത്ത ഒരാളാണ്. സോ ഇത് ബ്ലഷർ ആൻഡ് ഹൈലൈറ്റർ എന്നാണ് ഇതിന്റെ നെയിം വരുന്നത്. സോ ഇതിൽ ബ്ലഷർ ആണ്, ഹൈലൈറ്റർ ആണെന്നൊക്കെ പറഞ്ഞാലും ഞാനത് ഐ ഷാഡോ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ ഇത് എനിക്ക് തോന്നുന്നു 100 something എന്തോന്നാണ്, മീഷോയിലാണ് മേടിക്കുന്നത്. ഇതിങ്ങനെ 3 in 1 പോലെ, 3 ഇതിലാണ് വരുന്നത്. നമുക്കിങ്ങനെ ഓരോന്നായിട്ട് തുറക്കാൻ പറ്റും. സോ ഇതിൽ തന്നെ മിററും ഉണ്ട്, കുട്ടി മിററും ഉണ്ട്. അപ്പൊ നമുക്ക് കറക്റ്റ് ഐയിലൊക്കെ നമുക്ക് ഐലൈൻ ചെയ്യുന്ന സമയത്തൊക്കെ ദിസ് ഇസ് വെരി യൂസ്ഫുൾ. സോ ഇതിൽ ആദ്യം വരുന്ന ഈ ഒരു സാധനം ഈസ് ഒരു ഷിമർ ഷെയ്ഡാണ്, കണ്ടോ, ഇങ്ങനത്തെ ഒരു ഷിമർ ഷെയ്ഡാണ് ഫസ്റ്റ് വരുന്നത് ഇതെന്ന് പറയുന്നത്. ആൻഡ് ദെൻ രണ്ടാമത്തത് ഒരു പിങ്ക് അല്ല, ഒരു പീച്ചിഷ് ഓറഞ്ച് ഷെയ്ഡ് എന്ന് പറയാം. ദിസ് ഇസ് ഓൾസോ എ വെരി നൈസ് ഷെയ്ഡ്. നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ലല്ലോ. ഓക്കെ, സോ ആൻഡ് ലാസ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു പിങ്ക് ഷെയ്ഡാണ്, പിങ്ക് റോസ് ഷെയ്ഡാണ്. സോ ഇതില് ഞാൻ ഗ്ലിറ്റർ അങ്ങനെ ഷൂട്ട്സിനൊന്നും യൂസ് ചെയ്യത്തില്ല. ബാക്കി ഈ ഒരു പിങ്ക് ആൻഡ് ഓറഞ്ച് ഷെയ്ഡ് ഞാൻ ഷൂട്ട്സിന് യൂസ് ചെയ്യാറുണ്ട്. ഗ്ലിറ്റർ മേ ബി എന്തെങ്കിലും ഫംഗ്ഷന് പോകുന്ന ടൈമിൽ, റിസപ്ഷനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് ടച്ചപ്പിന് ചിലപ്പം
മിക്സ് ചെയ്താലായി. പക്ഷെ ഈ ഗ്ലിറ്റർ അത്ര അങ്ങോട്ട് ഇതിൽ ഇഷ്ടപ്പെട്ടില്ല, ബിക്കോസ് ഭയങ്കര ഗ്ലിറ്ററി, ഇതും ഭയങ്കര സ്പ്രെഡ് ചെയ്യുന്ന പോലെയൊക്കെ എനിക്ക് തോന്നി. സോ അതങ്ങനെ ഇഷ്ടമില്ല. ബാക്കി 2 ഷെയ്ഡ്സ് ഫൈൻ, ഈ ഒരു റേറ്റിന് ദാറ്റ് ഇസ് ഫൈൻ. അപ്പൊ ഈ 2 ഷെയ്ഡും നാച്ചുറലി കിട്ടി. അപ്പൊ ഇനി എനിക്ക് വേണ്ടത് ബ്രൗൺ ഷെയ്ഡാണ്. സോ ആ ബ്രൗൺ ഷെയ്ഡും ഗോൾഡ് ഗ്ലിറ്റർ ഷിമർ ഷെയ്ഡും ഉണ്ടെങ്കിൽ നമുക്ക് ഒരുവിധം ലുക്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് വീണ്ടും ഈ ഒരു പാലറ്റ് ഞാൻ മേടിച്ചത്. അത് സിംഗിൾ പാലറ്റിൽ തന്നെ എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ലാത്തതുകൊണ്ട് 2 പക്ഷെ ഏതാണ്ട് അതേ റേറ്റിന് വരുന്ന 2 ഞാൻ മേടിച്ചത് കേട്ടോ. സോ ഇറ്റ്സ് അഫോർഡബിൾ ഓൺലി. പക്ഷെ ഇപ്പൊ എനിക്ക് വേറൊരു കാര്യം തോന്നുന്നത്, ബ്ലാക്ക് ഇല്ല. ബ്ലാക്കിന് വേണ്ടി ഞാൻ വേറെ വാങ്ങണോ, അങ്ങനെ വരുമോ എന്നൊക്കെ ഇങ്ങനെ ചിന്തയുണ്ട്. പക്ഷെ ഒരുപാട് ആലോചിച്ചിട്ട് ഞാൻ സ്പെൻഡ് ചെയ്തുള്ളൂ. അങ്ങനെ എന്തായാലും റീസെന്റ് ആയിട്ട് ഞാൻ വാങ്ങാൻ ആലോചിക്കുന്നില്ല. ഇപ്പൊ എന്തായാലും ഈ ഒരു ഇതുള്ളത് കൊണ്ട് ഇത് വെച്ച് തന്നെ നല്ല പോലെ ചെയ്യാം. പണ്ട് ഞാൻ ചെയ്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഈ എനിക്ക് തോന്നിയൊരു കാര്യം, ഈ കാജൽ ഇട്ടിട്ട് ഈ ബ്ലാക്ക് ഐ ഷാഡോ കൊണ്ട് ഒന്ന് ലൈൻ ചെയ്യുമ്പോൾ ഒരു കുറച്ചുകൂടെ ഒരു എവിഡന്റ് ഇത് വരും തോന്നിട്ടുണ്ട്. എനിക്ക് പറഞ്ഞ പോലെ ഐലൈനർ ഉണ്ടെങ്കിൽ അത് വെച്ചും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. സോ അപ്പൊ ഇത് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയില്ല. ഇതെല്ലാം റീസെന്റ് വൈസ് ആണ്. ഒരു പ്രാവശ്യം കിട്ടുന്ന പൈസയിൽ ഇതുപോലെയൊക്കെ സേവ് ചെയ്ത് എനിക്ക് ഭയങ്കര പേടിയാണ് എടുക്കാൻ പറ്റും. ഒന്ന് പറയെ പോയി കഴിഞ്ഞാൽ സാധനം പോയി എന്നുള്ളതുകൊണ്ട് അപ്പൊ ഇതുപോലെ ഒരു കുഞ്ഞ് പാലറ്റ് ആണ്. സോ ഇതിലും ഏതാണ്ട് ഈ ഒരു ഷെയ്ഡ് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നാം നേരത്തെ കണ്ട അതേ ഷെയ്ഡ് തന്നെയല്ലേ എന്ന് തോന്നും. പക്ഷെ അല്ല, ഡിഫറൻസ് ഉണ്ട്. ബിക്കോസ് അതൊരു പീച്ചി ഓറഞ്ച് ഷെയ്ഡാണ്, ഇതൊരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ. കണ്ടോ, ദിസ് ഇസ് എ വെരി ലൈറ്റ് ബ്രൗൺ ആൻഡ് ഇത് കുറച്ചുകൂടെ ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ്. കയ്യിലൊന്നും സ്വാച്ച് പറ്റും അറിയാൻ പറ്റുന്നില്ലല്ലോ, കാണാൻ പറ്റുന്നുണ്ടോ? ആൻഡ് ഇത് രണ്ടും ഗ്ലിറ്റർ ഷെയ്ഡ്സ് ആണ്. ഒരു ഡാർക്ക് ഗോൾഡൻ ഷെയ്ഡ് ആൻഡ് എന്താ പറയുക ഒരു മീഡിയം ഗോൾഡൻ റേഞ്ചിനുള്ള പോലെ. സോ ഇതും മീഷോയിൽ നിന്നാണ്. ഇതും ഫസ്റ്റ് മേടിച്ചപ്പോൾ ഒരു പണി കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ ദീസ് ആർ ദ ഷിമ്മർ 2 ഷെയ്ഡ്സ്. ഇത് ഭയങ്കര ലൈറ്റ് കാരണം ഒന്നും കാണാൻ പറ്റുന്നില്ലേ, സ്വാച്ച് പറ്റുന്ന ഗുണമില്ല. ഗൈസ് മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് മേക്കപ്പ് വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും ഗൈസ്. സോ ഇതും എനിക്കൊന്ന് റേറ്റ് ഇതിൽ MRP നോക്കിയിട്ട് കാര്യമില്ല, MRP-യേക്കാളും വളരെ കുറഞ്ഞ റേഞ്ചിലാണ് മേടിച്ചത്. ഇത് മീഷോയിൽ തന്നെയാണ്. കൂടുതലും ഞാൻ കൊണ്ടുപോകാറുള്ളത് ഇതാണ്. മാറ്റി മാറ്റി കൊണ്ടുപോകാം, രണ്ടും ഒന്നിച്ചും ചിലപ്പോൾ കൊണ്ടുപോകാം. ഡിപ്പെൻസ് നമ്മുടെ റോളിനനുസരിച്ച്, ക്യാരക്ടറിനനുസരിച്ച്. കാരണം ഇപ്പം എങ്ങനെയാണെങ്കിലും സട്ടിൽ ലുക്സ് ഞാൻ എപ്പോഴും ക്രിയേറ്റ് ചെയ്യാറുള്ളൂ. ഓ യാ, ബൈ ദ ബൈ, വിത്ത് ദാറ്റ് നമ്മുടെ വീഡിയോ ഹാസ് കം ടു ആൻ എൻഡ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഐ പ്രോഡക്ട്സ് ഇതൊക്കെ ആയിരുന്നു. സോ 2 കുട്ടി ഐഷാഡോ പാലറ്റ്, 2 കാജൽ, 2 ഐലൈനർ, ഒരു മസ്കാര, ഒരു ലിക്വിഡ് ഐലൈനർ. ഇത്ര തന്നെയാണ് എന്റെ ഐ പ്രോഡക്ട്സ്. അപ്പൊ കാണുന്നവർ വിചാരിക്കും ഇതുപോലെ ഇല്ലാത്ത എത്ര പേര് നമ്മളിലുണ്ട്, എന്നിട്ട് ഇതൊക്കെയാണോ തനിക്കൊന്നുമില്ല എന്ന് പറയുന്നത്. അതൊക്കെയായിരുന്നു എന്റെ ഐ മേക്കപ്പ് പ്രോഡക്ട്സ്. ഹോപ്പ് യു ഓൾ ലൈക്ക് ദാറ്റ്, എൻജോയ് വാച്ചിങ് ദിസ് വീഡിയോ. സോ ഞാൻ എന്റെ കയ്യിൽ ഉള്ള പ്രോഡക്ട്സിനെ കുറിച്ച് നിങ്ങൾ കാണിക്കാൻ പറഞ്ഞതുകൊണ്ട് ആയിരുന്നു ഇങ്ങനെ വീഡിയോ ചെയ്തത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ ഇതിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച്, സജഷൻസിനെ കുറിച്ചൊക്കെ പറയാം. കമ്മിങ് വ്ലോഗ്സിൽ എന്തൊക്കെ ടോപ്പിക്സ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടം എന്നുള്ളത് പറയാം. ഐ നോ ലിപ് മേക്കപ്പ് പ്രോഡക്ട്സ്, ലിപ്സ്റ്റിക് കളക്ഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് ഉറപ്പായിട്ടും കമ്മിങ് സൂൺ ആണ്. വിൽ ഡു ഇറ്റ് സൂൺ. വേറെ എന്തെങ്കിലും സജഷൻസ് കാര്യങ്ങളുണ്ടെങ്കിൽ പറയാം. ആൻഡ് ഈ പ്രോഡക്ട്സ് എല്ലാം വെച്ച് നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ അല്ലെങ്കിൽ മേക്കപ്പ് വ്ലോഗും ഉടനെ ചെയ്യാം. അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമന്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് അടിപൊളി വ്ലോഗ്സ് ആയിട്ട് കാണാം. ലവ് യു ഗൈസ് സോ മച്ച്. താങ്ക് യു ഫോർ ചൂസിംഗ് ടു വാച്ച് ദിസ് വീഡിയോ. കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്.